ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് ഓസ്ട്രിയയിലത്തെ സെക്കൻഡ് ഡേ ആണ്. ഓസ്ട്രിയയിലത്തെ ഫസ്റ്റ് ഡേ വിയന്നയിലായിരുന്നു. വിയന്ന ഭയങ്കര ബിഗ് സിറ്റിയാണ്. വിയന്നയിൽ കുറേ ബിൽഡിങ്സും കുറേ ആർക്കിടെക്ചറും ആർട്ടും ഇതിനൊക്കെ ഇമ്പോർട്ടൻസ് ഉള്ളൊരു സിറ്റിയും കൂടിയാണ്. ഇപ്പോൾ ഷ്നീബർഗിലാണ് ഇപ്പോഴത്തെ സെക്കൻഡ് ഡേ. ഇതൊരു കൺട്രി സൈഡ് പ്ലേസ് ആണ്. സോ അത് മാത്രമല്ല, ലോവർ ഓസ്ട്രിയയുടെയും സിറിയയുടെയും ബോർഡറും കൂടിയാണ് ഈ ഷ്നീബർഗ് എന്ന് പറയുന്നത്. സോ ഇവിടുന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ആൽപ്സ് കാണാൻ പറ്റും. സോ ആൽപ്സിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന സ്ഥലമാണ്, ലോവർ സൈഡാണ് ഈ ഷ്നീബർഗ്. അപ്പോൾ ഇവിടുന്ന് നോക്കുമ്പോൾ കാണുന്ന ആ മേലെ ടോപ്പിൽ ഐസുള്ള പ്ലേസാണ് ആൽപ്സ് മൗണ്ടെയിൻ. സോ ആൽപ്സിൻ്റെ ചോട്ടിലാണ് ഈ ഷ്നീബർഗ്. സോ നമ്മളത് വാക്ക് ചെയ്തിട്ട് തന്നെ പോകണം. പിന്നെ നമുക്ക് വെരി ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ്. ഗ്രീനറിയും ഇതൊക്കെ ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ പ്ലേസ് പറഞ്ഞാൽ അത്രയും ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ്. കാണേണ്ട ഒരു പ്ലേസ് തന്നെയാണ് ഷ്നീബർഗ്. പിന്നെ ഇവിടെ നമുക്ക് പോകാൻ വേണ്ടിയിട്ട് ആൽപ്സിൻ്റെ അവിടേക്ക് ട്രെക്കിങ്ങിനും ഈ മൗണ്ടെയിൻ, അവിടെ കുറേ ഷ്നീബർഗ് മൗണ്ടെയിൻ, അങ്ങനെ കുറേ മൗണ്ടെയിൻസ്, ചെറിയ ചെറിയ മൗണ്ടെയിൻസ് ഉണ്ട് കേട്ടോ. ട്രെക്കിങ്ങിനൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്ക് അതിന് പോവാം. അപ്പോൾ നമുക്ക് ട്രെക്കിങ്ങിന് പോകാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് അതിൻ്റെ ചോട്ടിൽ വരെ ഒരു ട്രെയിൻ കിട്ടും. നമ്മളത് മുമ്പ് കൂട്ടിയിട്ട് ബുക്ക് ചെയ്യണം. അപ്പോൾ ട്രെയിനിൽ പോയി കഴിഞ്ഞിട്ട് പിന്നെ അവിടുന്ന് അതിൻ്റെ മേലേക്ക്, മൗണ്ടെയിൻ്റെ മേലേക്ക് കയറാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിൽ പ്രോപ്പറായിട്ട് ഷൂസും ഡ്രസ്സും ഒക്കെ ആയിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ട്രെക്കിങ്ങിന് പോവാം. സോ ട്രെക്കിങ്ങിനൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്ക് ഇറ്റ്സ് വെരി ഗുഡ് പ്ലേസ്. പിന്നെ നൈസ് ക്ലൈമറ്റാണ്. ഈ ഒരു മോസ്റ്റ്ലി ഒരു മാർച്ച് ടു ഓഗസ്റ്റ് വരെ നല്ല ക്ലൈമറ്റാണ് ആവും. അധികം തണുപ്പില്ല, പിന്നെ വെയിലുമുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ സെപ്റ്റംബറൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സെപ്റ്റംബർ ടു നെക്സ്റ്റ് ഐ തിങ്ക് ഫെബ്രുവരി വരെ നല്ല ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇത് ട്രെയിനിൽ പോകുമ്പോഴുള്ളൊരു വ്യൂ ആണിത്, അതിൻ്റെ ക്ലിപ്പിംഗ് ആണിത്. സോ ഇതൊക്കെയാണ് ഷ്നീബർഗിലെ വിശേഷങ്ങൾ.